26-ാം തീയതി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമാണ്, വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യം വികസിപ്പിച്ചെടുത്ത നിരവധി മഹാസംസ്കാരങ്ങളുണ്ട്. അതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മതനിരപേക്ഷ സംസ്കാരവും ഫെഡറൽ സംസ്കാരവും എല്ലാം അത് ഇന്ത്യയുടെ തനിമയാണ്. അനന്യമായ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധിക്കുകയാണ്. അവരുടെ മനസ്സിലുള്ള മതേതര ഇന്ത്യ മാറുമോ ഇല്ലയോ, അവരുടെ മനസ്സിലുള്ള ഫെഡറൽ ഇന്ത്യ എങ്ങനെയാകും, ഇതൊക്കെ ലോക മനസ്സാക്ഷിയിലുള്ള ചോദ്യങ്ങളാണ്. ചുരുക്കത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും ശ്രദ്ധിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇതിൽ ഇന്ത്യൻ ജനത ഉത്തരം പറയേണ്ടത് നമ്മൾ വികസിപ്പിച്ചെടുത്ത മതനിരപേക്ഷ സംസ്കാരം നിലനിർത്തും എന്നുള്ളത് തന്നെയാണ്. ലോകരാജ്യങ്ങൾക്ക് അത്ഭുതമാണ് ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച്. ലോകത്ത് എവിടെ ഏത് വൈവിധ്യമുണ്ടോ അതെല്ലാം ഇന്ത്യയിൽ കാണാം. അതൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഇന്ത്യയിൽ ഓരോരുത്തരും ജീവിക്കുകയാണ്, പരസ്പര സ്നേഹത്തോടെ, സൗഹൃദത്തോടെ. അത്ഭുതകരമായ ഈ സംസ്കാരം മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അനന്യമായ സംസ്കാരം എന്ന് നമ്മൾ പറയും. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ആ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് അതിലൂടെ കോർത്തിണക്കിയ മാനവികതയുടെ സംസ്കാരം എന്നും നിലനിർത്തിയാൽ എന്നും ലോകരാജ്യങ്ങളുടെ നെറുകയിൽ ഇന്ത്യ നിൽക്കും. നമ്മളൊരു സൈനിക ശക്തിയല്ല, സാമ്പത്തിക ശക്തിയല്ല, പക്ഷേ നമ്മൾ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിലുള്ള സാംസ്കാരിക ശക്തിയാണ്. അതൊരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ഇന്ത്യൻ ജനത പറയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ മതനിരപേക്ഷ സംസ്കാരത്തിന് ചില മങ്ങലേൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വേദനകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. ഓരോ മനുഷ്യന്റെ മനസ്സിലും മതനിരപേക്ഷതയ്ക്ക് ചെറിയ ചെറിയ മാറ്റമുണ്ടാകുമ്പോഴും വിള്ളലും നൊമ്പരവുമുണ്ട്. അത് തൊട്ടുണർത്തലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. അത് തൊട്ടുണർത്തിക്കൊണ്ട് മതനിരപേക്ഷത കേൾക്കുന്ന ഏത് ക്ഷതത്തെയും അതിശക്തമായി നേരിടുമെന്ന് തിരിച്ചറിവുണ്ടാക്കലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. അതിലൂടെ മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കുവാൻ ഒരു ജനതയെ ഒരുക്കി എടുക്കുക. അതുപോലെ തന്നെയാണ് ഫെഡറൽ സംസ്കാരവും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു രാജ്യത്തിന് അവകാശപ്പെടാൻ പറ്റാത്ത ഒന്നാണ് കേന്ദ്രവും നിരവധി സംസ്ഥാനങ്ങൾ, ഭരണഘടന നൽകുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും. അത് നൈസർഗികമായ രീതിയിൽ ഉപയോഗിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ട് ചരിത്രത്തിൽ. അതുകൊണ്ടാണ് ഈ ഫെഡറൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെ കുറെ കൂടി സാർത്ഥകവും സമ്പന്നവുമാക്കിക്കൊണ്ടാണ് ഇവിടെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നടന്നത്. അധികാര കേന്ദ്രീകരണമല്ല, അധികാര വികേന്ദ്രീകരണം. അത് ഏറ്റവും സാർത്ഥകമാക്കിയ സംസ്ഥാനം കേരളമാണ്. അധികാര വികേന്ദ്രീകരണത്തിന്റെ എല്ലാ വശങ്ങളെയും പുഷ്കലമാക്കിയ ഒരു ജനത ഫെഡറൽ സംസ്കാരത്തെ കൂടുതൽ മെച്ചപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നത്. അതും തകർക്കത്തക്ക രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വരികയാണ്. സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെക്കുക, ഫൈനാൻഷ്യൽ ഫെഡറലിസം എന്ന സങ്കല്പത്തെ ഫൈനാൻഷ്യൽ ഫാസിസമാക്കി മാറ്റത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് നൊമ്പരങ്ങളുണ്ട്, ഇന്ത്യൻ ജനതയ്ക്ക് വേദനയുണ്ട്. ചരിത്രപരമായി വികസിപ്പിച്ചെടുത്ത മഹാസംസ്കാരത്തിൽ ഇതാ ചില പോറലുകൾ ഏൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നൊമ്പരങ്ങളുണ്ട്. അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണം. ഇത് നടക്കില്ല ഇന്ത്യയിൽ എന്ന് പറയാനുള്ള ചുമതലയല്ല, കടമ നമുക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് മതനിരപേക്ഷതയ്ക്കും ഫെഡറലിസത്തിനും ഒരു മങ്ങലേൽക്കാലുമല്ല. ഫെഡറൽ ഇന്ത്യ, മതനിരപേക്ഷ ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യ നിൽക്കണം എന്ന് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി പറയേണ്ട തെരഞ്ഞെടുപ്പാണ്.
അതിന് പാർലമെന്റിൽ ശബ്ദമുയരണം. നമ്മുടെ മനസ്സിൽ ഈ ആഗ്രഹങ്ങൾ ഉണ്ടായതും മാത്രം കാര്യമില്ല, പാർലമെന്റിൽ ഈ ശബ്ദം ഉണ്ടാകണം. മതനിരപേക്ഷതയ്ക്ക് ക്ഷതമേൽക്കില്ല, അതിനെതിരെ ശക്തമായ ശബ്ദമുയരും, അതിനെതിരെ പ്രതിരോധമുണ്ടാകും എന്ന് പറയാൻ ലോക്സഭയിൽ MP-മാരുണ്ടാകണം. ഫെഡറലിസം നിലനിൽക്കാൻ അതിനെതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ച് ഇടതുപക്ഷം മാത്രമേ, ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി മാത്രമേ ഫെഡറലിസം തകരുന്നതിനെതിരെ ശക്തമായി പോരാടിയിട്ടുള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരെ തന്നെ ഡൽഹിയിൽ സമരം ചെയ്യുന്നത് പുളകത്തോടെ നാം കണ്ടതാണ്. എത്ര മനോഹരമായി ആർജവത്തോടെ ഫെഡറലിസത്തെ കാത്തു സൂക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേതാക്കന്മാർ അവിടെ എത്തി. സുപ്രീം കോടതിയും നമുക്ക് അനുകൂലമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ വിള്ളൽ പോലും സഹിക്കാത്തതാണ് ഇന്ത്യൻ ജനത. അത് കൃത്യമായി ഉപയോഗിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ്. ഇതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ പ്രതിരോധിക്കാൻ കഴിയൂ എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു, അനുഭവം പഠിപ്പിക്കുന്നു, സിദ്ധാന്തം പഠിപ്പിക്കുന്നു. ലോക്സഭയിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അചഞ്ചലമായി നിലനിൽക്കാൻ കഴിവുള്ള ഏക പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് എന്ന് നമ്മളെ ചരിത്രം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ വോട്ട്. നമ്മുടെ ഈ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കാൻ ആർജവമുള്ള പ്രസ്ഥാനത്തിന് തന്നെ വോട്ട് എന്ന് കേരള ജനത പറയാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ചാലക്കുടിയിൽ ഈ പറയുന്ന ഈ രണ്ട് സംസ്കാരങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നവചാലക്കുടി എന്നൊരു ആശയം നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോകത്തിന്റെ മുറിയിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു വികസന ആശയമുണ്ടതാണ് നവകേരളം. വരാൻ പോകുന്ന നോളജ് ഇക്കോണമി എന്ന് പറയുന്ന ജ്ഞാനസമ്പദ് വ്യവസ്ഥയിലെ അന്നത്തെ മനുഷ്യന്റെ ജീവ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജനതയെ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റി ഒരു വലിയ സങ്കല്പം ലോകത്തിന് മുന്നിൽ വെച്ചതാണ് നവകേരളം. അതിന്റെ ചുവട് പിടിച്ച് നവചാലക്കുടി എന്ന ആശയം ഈ മണ്ഡലത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് നടപ്പിലാക്കുവാനും ഇടതുപക്ഷ പരിപ്രേക്ഷ്യം തന്നെ വികസന രംഗത്ത് വേണം. ഇത് രണ്ടും രണ്ടാണ്. ആ പരിപ്രേക്ഷ്യം നടപ്പിലാക്കുവാനും ഇടതുപക്ഷം തന്നെ ഇവിടെ ജയിക്കണം. അതുകൊണ്ട് ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയും മറ്റുള്ളവരെ വോട്ട് ചെയ്യിപ്പിച്ചു ചരിത്ര ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദം.